A warm welcome all of you to CUET MSW concept class first. ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകളെ പരിചയപ്പെടാം. കമ്മ്യൂണിറ്റി, നൈബർഹുഡ്, ഓർഗനൈസേഷൻ, നീഡ്, നിങ്ങൾ സാധാരണ കേട്ട് പരിചിതമായിട്ടുള്ള ടേംസ് ആണ്. ഇതൊന്ന് നമുക്ക് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റി, this word is derived from the Latin word communitas, that means shared in common and public spirit. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ താമസിക്കുന്നു. അവർ തമ്മിൽ ഒരു കോമൺ കൾച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലൈക്നെസ് ഉണ്ടാവാം, സെയിംനെസ് ഉണ്ടാവാം. അതാണ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കമ്മ്യൂണിറ്റിക്ക് മെയിൻ ആയിട്ട് അവരൊരു ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കും. അവർ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അതല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷൻ ബേസില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അല്ലെ, അവര് സെയിം ആയിട്ടുള്ള ജോബ് ചെയ്യുന്നു, അവര് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്നു, അവർ തമ്മിലുള്ള നല്ല ഇന്ററാക്ഷൻ, അതുപോലെ തന്നെ ഈവൻ ചിലപ്പം കല്യാണമാണെങ്കിലും ആ സെയിം കമ്മ്യൂണിറ്റിയിലായിരിക്കും നടക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പ്, അത് ആ പ്രൊഫഷൻ ബേസിൽ നമുക്ക് അങ്ങനെ പല പല ഗ്രൂപ്പിൽ നമുക്ക് പ്രൊഫഷൻ ബേസിൽ കമ്മ്യൂണിറ്റി ആയിരിക്കാം. അതുപോലെ ലാംഗ്വേജ് ബേസ് ആവാം, മലയാളി കമ്മ്യൂണിറ്റി, തമിഴ് കമ്മ്യൂണിറ്റി, അങ്ങനെ. അതല്ലെങ്കിൽ എവിടെ താമസിക്കുന്നു എന്ന ബേസിൽ റൂറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ urban കമ്മ്യൂണിറ്റി. ദെൻ സെക്സ് ബേസിൽ വിമൺ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഈവൺ ഹോമോസെക്ഷൽ കമ്മ്യൂണിറ്റി. ദെൻ റിലീജിയസ് ബേസിൽ കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ കാസ്റ്റ് ബേസിലാവാം കമ്മ്യൂണിറ്റി, ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി, അതല്ലെങ്കിൽ ലോവർ ക്ലാസ് ദലിത് കമ്മ്യൂണിറ്റി. അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഉണ്ടാവാം. അപ്പൊ കമ്മ്യൂണിറ്റിയിലെ ബേസിക് എലമെന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് കോമൺനെസ് എന്നുള്ളത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമൺ കൾച്ചർ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായിട്ടുള്ള ബിലീഫ്സ്, അവരുടേതായിട്ടുള്ള റിച്വൽസ്, അവരുടേതായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്, ഡ്രസ്സിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. മറ്റു കമ്മ്യൂണിറ്റികളിൽ നിന്നും അത് ഡിഫറെന്റ് ആണ്. അതാണ് ഈ കോമൺനെസ് എന്ന് പറയുന്നത്. ഈ കോമൺനെസ് ആണ് ശരിക്ക് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു മ്യൂച്വൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് എലമെന്റ് ഈസ് വി ഫീലിംഗ്. അവർ തമ്മിലുള്ള ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്, കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് വി ഫീലിംഗ്. ദെൻ ടെറിട്ടറി, നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ വില്ലേജ് ഏരിയ, ആ വില്ലേജ് ഏരിയയിൽ താമസിക്കുന്നവരെ നമ്മൾ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതേപോലെ സിറ്റി അല്ലെങ്കിൽ urban ഏരിയയിൽ താമസിക്കുന്നവരെ നമ്മൾ urban കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അങ്ങനെ ടെറിട്ടോറിയൽ ഡിഫറൻസ് ബേസിൽ നമ്മൾക്ക് പറയാം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അതിലുള്ള മെമ്പേഴ്സ് ഒരു ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് മോഡിലായിരിക്കും. പിന്നെ പെർമനൻസി എന്നുള്ളത്, അവർ മീൻസ് ഒരു റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും കമ്മ്യൂണിറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു മലയാളി അല്ലെ, ഞാൻ ഈവൻ അമേരിക്കയിൽ പോയാൽ പോലും എൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു മലയാളി എന്നുള്ള ഒരു ഐഡന്റിറ്റി, അതൊരിക്കലും കളഞ്ഞു പോവില്ലല്ലോ. അപ്പൊ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും അതിന്റെ ഒരു ഐഡന്റിറ്റി എന്നുള്ളത്. പിന്നെ നേച്ചറാലിറ്റി, ഒരുപക്ഷെ നമ്മൾ ജന്മന അല്ലെങ്കിൽ ബൈ ബേർത്ത് നമ്മളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു നേച്ചുറൽ ആയിട്ട് വരുന്നത് ബൈ ബേർത്ത്. ഇപ്പൊ കാസ്റ്റ്, ഇന്ന കാസ്റ്റിൽ പെട്ട ഒരാളാണെങ്കിൽ ആ ഒരു കാസ്റ്റിൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ വരുന്നു അല്ലെ. അങ്ങനെ പിന്നെ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ മലയാളിയാകുന്നു. അങ്ങനെ ഒരു നേച്ചർ അല്ലെങ്കിൽ ബൈ ബേർത്ത് ആയിരിക്കും ഇതിൻ്റെത് പ്രത്യേകത. ദെൻ ലൈക്നെസ്, അവർ തമ്മിൽ സെയിം ലാംഗ്വേജ് ആവാം, പ്രാക്ടീസസ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, അല്ലെങ്കിൽ റിലീജിയസ് ഐഡിയോളജീസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലൈക്നെസ്, അതാണ് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ കമ്മ്യൂണിറ്റി ഐഡിയോളജി, സെയിം ഐഡിയോളജി, ഈവൻ വി നോ റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ മെയിൻ പ്രത്യേകത അവരുടെ സെയിം ഐഡിയോളജി എന്നുള്ളത് തന്നെ. ദെൻ വൈഡർ എൻഡ്സ്, അതായത് നമ്മൾ പറഞ്ഞു ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ഇതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല എന്നുള്ളത്. നമ്മൾ എന്ത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുക എന്തൊക്കെ ആണെങ്കിലും അത് നമ്മളൊരു ഇന്നേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്.
അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു മീൻസ് നമ്മൾ ആരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല എന്നുള്ള ഒരു വൈഡർ മീനിങ് അതിനുണ്ട്. ദെൻ പെർട്ടിക്കുലർ നെയിം, ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ നെയിം ശരിക്ക് ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ശരിക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പൊ എത്നിക് കമ്മ്യൂണിറ്റിയിൽ ആണെങ്കിലും ഒരു ട്രൈബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ഇത് അവരുടെ പിന്നെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ക്യാരക്ടർ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവരുടെ ആ പെർട്ടിക്കുലർ നെയിം എന്നുള്ളത്, ഇപ്പൊ മലയാളികള് നമ്മൾ എന്താ ഡൽഹിയിൽ വന്നാലും നമ്മൾക്ക് എന്ത് ചെയ്യണം, സാമ്പാറും ചോറും കിട്ടിയാൽ നല്ല ഇഷ്ടമാവും അല്ലെ. അതായത് ആ ഒരു പെർട്ടിക്കുലർ നെയിം എന്താണ് അവർക്കൊരു ഐഡന്റിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ലീഗൽ സ്റ്റാറ്റസ്, ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇനി ഒരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. ശരിക്ക് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആണ് ശരിക്ക് സൊസൈറ്റിക്ക് ഒരു ഫണ്ടമെന്റൽ ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. ആ സൊസൈറ്റിയുടെ ഒരു ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബ്ലോക്സ് ആണ് ശരിക്കും കമ്മ്യൂണിറ്റി. ദെൻ നമുക്ക് വേറൊരു ടേം നോക്കാം, നൈബർഹുഡ്. ഇതും കോമൺ ആയിട്ടുള്ളൊരു ടേം ആണ്. നൈബർഹുഡ് അല്ലെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ അയൽക്കൂട്ടം, നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളുകൾ, ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ നമ്മൾ നൈബർഹുഡ് എന്ന് പറയും അല്ലെ. അപ്പൊ അവര് തമ്മിൽ നമ്മൾ മീൻസ് റിസൈഡിങ് ഇൻ ആൻ ഐഡന്റിഫിയബിൾ സെക്ഷൻ, അതാണ് ശരിക്കും നൈബർഹുഡ്. ആ നൈബർഹുഡിൽ ആളുകൾ തമ്മിൽ ജനറൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മുടെ വീട്ടില് വല്ല ബിരിയാണിയോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അവിടേക്കും കൊടുക്കും അല്ലെ. ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവരെ വിളിക്കും. അവിടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ, മെഡിക്കൽ കേസോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അവിടെ പോകും, അവരെ സപ്പോർട്ട് ചെയ്യും. അതാണ് ശരിക്ക് നൈബർഹുഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നൈബർഹുഡ് ആൻഡ് കമ്മ്യൂണിറ്റി? നമുക്കറിയാം, നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മളൊരു ഫിസിക്കൽ എൻറ്റിറ്റിക്കാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്ന ഏരിയയിൽ ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഒരു സോഷ്യോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് കുറച്ചുകൂടി കൂടുതലുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ല, സെന്റിമെന്റ്സ് എന്നുള്ള സാധനം അല്ലെങ്കിൽ ഒരു ഹോമോജിനിറ്റി എന്നുള്ള ഒരു സാധനം, അത് ഒരു പക്ഷേ നൈബർഹുഡിന് കുറവായിരിക്കും എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ദെൻ അനദർ ടേം ഈസ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. അപ്പൊ ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യും. പിന്നെ എന്താണ് ആ ഒരു സൊസൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ നമ്മള് ഒരു സ്പെസിഫിക് ഗോൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പിനെ, ഒരു കളക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്, ഒരു ഫോർമൽ കളക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാൻഡ് ആക്ടിവിറ്റിയാണ്, കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ്. അതിന്റെ ആ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളുടെ ആക്ഷൻ. ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേർപ്പസ്ഫുൾ ആയിട്ട് അതിന്റെ ആക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യും. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷനിൽ മെമ്പേഴ്സ് ഉണ്ടാവും, ഡിഫറെന്റ് മെമ്പേഴ്സ് ഉണ്ടാവും. ഓരോ മെമ്പേഴ്സിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അതോറിറ്റി ഉണ്ടാവും. ദെൻ ഡിഫറെന്റ് റിസോഴ്സസ് ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതിനൊരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാവും. അത് ഒരു ബൗണ്ടറീസ്, ഇന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ടാവും. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ നമ്മളെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ ഇൻഡിവിജ്വൽ ഗവൺമെന്റൽ ഓർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും നമ്മൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം, ക്ലബ്ബ്. ഇപ്പൊ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെ, ഈ ഒരു ഏജിലൊക്കെയാണ് സാധാരണ ക്ലബിന്റെ മെമ്പേഴ്സ് ഒക്കെ ആവുക. അതായത് നമ്മുടെ ലോക്കൽ ഏരിയയില് നമ്മളുടെ കുറച്ചൊരു എക്സ്ട്രാ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലബിന്റെ ഭാഗമാവും അല്ലെ. അപ്പൊ ആ ക്ലബിന്റെ ഭാഗമാവുമ്പോൾ അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. ക്ലബിൽ ഇന്ന ആളാണ് ഇതിന്റെ പ്രസിഡന്റ്, ഇന്ന ആൾ ഇതിന്റെ സെക്രട്ടറി, ഇത് മെമ്പേഴ്സ് ഇങ്ങനെയാണ്, ഇതിന്റെ റൂൾസ് റെഗുലേഷൻസ് ഇങ്ങനെയാണ് അല്ലെ. ഇത് ഇങ്ങനെ ഇന്ന ഗോൾസിന് വേണ്ടിയിട്ടാണ് ഈ ക്ലബ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇതാണ്, ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിന് കുറെ സ്ട്രക്ചർ സാധനങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ ശരിക്ക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then another term is need. This is also a familiar term for you. നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചില റിക്വയർമെന്റ്സ്, അതായത് സേഫ്, സ്റ്റേബിൾ ആൻഡ് ഹെൽത്തി ലൈഫ്.
അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ ചില റിക്വയർമെന്റ്സ് ഉണ്ട്. അതിന് നമുക്ക് നീഡ് എന്ന് പറയാം. നീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് നീഡ്സ് അല്ലെ. ബേസിക് നീഡ്സ് നമുക്ക്, അതായത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാണ്? നമ്മൾ വായു വേണം, ഭക്ഷണം വേണം, ഷെൽട്ടർ വേണം അല്ലെ. അങ്ങനത്തെ ആ ഒരു നീഡ്സ് നമുക്ക് ബേസിക് നീഡ്സ് എന്ന് പറയാം. ഈ ബേസിക് നീഡ്സിനെ കൂടാതെ തന്നെ നമുക്ക് എന്താണ്, നമ്മളുടെ സോഷ്യൽ ലൈഫ് മീൻസ് ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ബീയിങ്സ് അല്ലെ. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ അനിമൽസ്, അപ്പൊ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിന് ആ സ്റ്റാറ്റസിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ ബേസിൽ നമുക്ക് ചില നീഡ്സ് ഉണ്ടാവും. അത് നമുക്ക് സോഷ്യൽ നീഡ്സ് എന്ന് പറയാം. അപ്പം എന്താണ്, ഈ എല്ലാ നീഡ്സും നമ്മൾക്ക് ഈ നീഡ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന തിയറിയാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഈ അല്ലെങ്കിൽ മാസ്ലോസ് പിരമിഡ്സ് ഓഫ് നീഡ്സ് എന്നും പറയാം. ഇത് ആക്ച്വലി മാസ്ലോ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1943 ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഈ തിയറി ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നീഡ്സിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്, മെയിൻലി 5 സ്റ്റേജസ്. ആ 5 സ്റ്റേജസിൽ ഏറ്റവും താഴെ വരുന്നത് ആദ്യം നമുക്ക് വേണ്ടത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതായത് ബേസിക് നീഡ്സ്, ഭക്ഷണം, വായു, ഉറക്കം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡ് പൊസിഷൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ജോബ് സെക്യൂരിറ്റി. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഡിഗ്രി കഴിഞ്ഞു, ഇനി MSW ചെയ്ത്, പിന്നെ MSW ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കുക എന്താ, എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടണം അല്ലെ. അപ്പൊ നമ്മൾ എന്താണോ ആദ്യം കിട്ടിയ ജോബ് അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും അല്ലെ. നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒന്ന് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോൺട്രാക്ട് ജോബിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും. കോൺട്രാക്ട് 2 years കോൺട്രാക്ട് ആണ്. അപ്പൊ 2 years കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതിനിപ്പോ കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ എന്ത്, അങ്ങനെ നമ്മളൊരു മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം വരും അല്ലെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക എന്താ, നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് വേണം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണം. ഒരു അഡ്ഹോക്ക് ആയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആള് അടുത്തത് ആഗ്രഹിക്കുക എന്താണ്, എനിക്കൊരു പെർമനന്റ് പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ഒരു പെർമനന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എങ്കിലും ആവണം. ആ ഒരു ആഗ്രഹം, അതാണ് ശരിക്കും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. ശരിക്കും നമ്മൾ ബേസിക് ആയിട്ടുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്, ദാറ്റ് ഈസ് സോഷ്യൽ നീഡ്സ്. അതായത് സോഷ്യൽ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യം, ഒരു നല്ലൊരു ഫാമിലി ലൈഫ്, കുറച്ച് ഫ്രണ്ട്സ് അല്ലെ, അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ആ ഒരു എൻജോയ്മെന്റ്, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലെ. അതാണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എസ്റ്റീം നീഡ്സ്. അതായത് നമ്മൾക്ക് ഒരു നല്ല ജോബായി, നല്ലൊരു ഫാമിലി ലൈഫായി, അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ആഗ്രഹിക്കുക എന്താന്ന് വെച്ചാൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടണം, സമൂഹത്തിൽ ഒരു റെക്കഗ്നീഷൻ കിട്ടണം, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഉണ്ടാവണം അല്ലെ. അതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോയി നല്ല ജോലി ചെയ്ത് അത്യാവശ്യം നല്ല പണം ഉണ്ടാക്കി, നല്ല വീട് വെച്ചു, നല്ല ഫാമിലി ലൈഫ്. പിന്നെ അടുത്തത് നമ്മളെ നാട്ടിലൊരു ട്രെൻഡാണ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ അണ്ടറിൽ ഇലക്ഷന് മത്സരിക്കുക എന്നുള്ളത്. അപ്പൊ അവരവിടെ ആഗ്രഹിക്കുന്നത് ഒരു സോഷ്യൽ റെക്കഗ്നീഷൻ കിട്ടുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും നെക്സ്റ്റ് സ്റ്റേജ്. ദെൻ അതിന്റെ മുകളിലാണ് ശരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ, ഫുൾ പൊട്ടൻഷ്യൽ ഒരാളുടെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലാസ്റ്റ് സ്റ്റേജ്. വളരെ ചുരുങ്ങിയ ആളുകളാണ് ആ ഒരു സ്റ്റേജിൽ എത്തുന്നത്. ശരിക്കും നമ്മൾക്കറിയാലോ, തപസ്സിരിക്കുന്ന യോഗിമാരൊക്കെ
അവരൊക്കെ പോലെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പൊസിഷനിൽ എത്തുന്നത് അങ്ങനത്തെ മീൻസ് ഒരു വളരെ ചുരുങ്ങിയ ഒരു ഗ്രൂപ്പാണ്. മൊത്തത്തിൽ നമ്മൾക്ക് വേറെ ഒന്നും ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഏറ്റവും ഹൈ പൊസിഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ദെൻ ഇതാണ് നീഡ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് സോഷ്യൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. Anyway, be prepared for the exam.